ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അന്ന് എന്നെ കൊല്ലാൻ നോക്കിയ ആള് കൈലാഷ് സാറിനെ കാറടിച്ച് കൊല്ലാൻ നോക്കിയതും ഇയാള് തന്നെ ആയിരിക്കും. ഇയാളെ വിടാൻ പാടില്ല. മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തുന്ന ആളാന്ന് പറഞ്ഞ അയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കാൻ നാട്ടുകാരെന്നെ സഹായിക്കും. ഒന്ന് നിർത്തണേ. എന്താ പാർവതി? അരവിന്ദ് സാറായിരുന്നോ? ഭാഗ്യം. അരവിന്ദ് സാറെ, നമ്മുടെ ഗാർമെന്റ്സിന്റെ തുണിയില് മയക്കുമരുന്ന് ഒളിപ്പിച്ച് കടത്തുന്ന ആൾക്കാരില്ലേ? അന്ന് എന്നെയും കൈലാഷ് സാറിനെയും വണ്ടി ഇടിച്ചു കൊല്ലാൻ നോക്കിയവര്, അതിലൊരാള് ഇപ്പൊ അങ്ങോട്ട് ഓടിപ്പോയി. അയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ അയാൾ എന്നെയും കൈലാഷ് സാറിനെയും ഇനിയും കൊല്ലാൻ ശ്രമിക്കും. പാർവതി കേറ്. വേഗം പോവാൻ സാർ, ഇല്ലെങ്കിൽ അയാൾ രക്ഷപ്പെടും. വാ കേറ്. അയാളെ കാണുന്നില്ലല്ലോ സാർ. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. നമുക്ക് നോക്കാം. പാർവതി അവിടെ നോക്ക്, ഞാൻ ഈ ഭാഗത്ത് നോക്കാം. എടാ, പകൽ വെടത്തി പുറത്തിറങ്ങി നടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ആ സമയത്ത് ഞാൻ അവിടെ എത്തിയതേ നിന്റെ ഭാഗ്യം. അവൾ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിരുന്നെങ്കിലോ? ആ നാശം പിടിച്ചവളെ കൊണ്ട് ജീവിക്കാൻ പറ്റാതെ മുഴുവൻ സമയം അവള് നിന്റെ കൂടെ കമ്പനിയിലില്ലേ? അവളുടെ കൊള്ളയിലൊരു കത്രിക കുത്തിക്കയറ്റാൻ നിനക്കൊരു സെക്കൻഡ് പോരെ? ചെയ്യില്ല. എന്നിട്ട് എന്നെ ചട്ടം പഠിപ്പിക്കാൻ വരുന്നു. എടാ, അതിന് സൗകര്യത്തിന് കിട്ടണ്ടേ? ഭാഗ്യത്തിന് എന്റെ കയ്യിൽ തന്നെ വന്ന് ചാടി. ഓടയിലൊരു പെൺകുട്ടിയുടെ ജഡമെന്ന വാർത്ത നീ ഇന്ന് തന്നെ കേൾക്കും. അവള് വരുന്നുണ്ട്, നീ പൊക്കോ. അങ്ങോട്ടല്ല, ഇങ്ങോട്ടുണ്ടോ? ശരി, പോ. അയാൾ ഇവിടെ എവിടെയില്ല സാർ. രക്ഷപ്പെട്ടു കളഞ്ഞു. അയാളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. എന്നാ മാത്രമേ എനിക്കും കൈലാഷ് സാറിന് മനസ്സമാധാനത്തോടെ വഴിയിൽ ഇറങ്ങി നടക്കാൻ പറ്റൂ.
നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പാർവതി ഒന്ന് വണ്ടി കയറി. ഇറങ്ങ. നമ്മൾ എന്തിനാ സാർ ഇവിടെ വന്നത്? മയക്കുമരുന്ന് മാഫിയെ കുറിച്ച് ഞാൻ എൻ്റെ രീതിയിൽ ഒരു അന്വേഷണം നടത്തി. അവർക്ക് ഇവിടെ ഒരു താവളം ഉണ്ടെന്ന് അറിഞ്ഞത്. അയാള് ചിലപ്പോൾ ഇവിടെ എത്തിക്കാണും. ഇറങ്ങും. ഇതെന്തിനാ സർ? അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരല്ലേ. അപ്പോ അവരുടെ മുന്നിലേക്ക് വെറും കൈയോടെ പോകുന്ന ബുദ്ധിയല്ലല്ലോ. നടക്കും. ഹലോ പി കെ സർ. എന്താ പാർവതി? സാർ, കൈലാഷ് സാറിനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയവര് ഈ ടൗണിൽ തന്നെ ഉണ്ട്. അവരിൽ ഒരാളെ ഞാൻ കണ്ടു. എവിടെ എവിടെ വെച്ചാ പാർവതി അയാളെ കണ്ടത്? സ്ഥലം പറഞ്ഞു തരാൻ എനിക്കറിയില്ല. ഇവിടെ ഒരു ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചാ.